ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ? സാധാരണക്കാർക്ക് കിട്ടേണ്ടതൊക്കെ കുടുംബത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ ഇപ്പോഴും പരിഭ്രമത്തിലാണ്. നിലമ്പൂരിൽ എന്തൊരു പ്രശ്നം വരുന്ന സമയത്തോ അതേവിടെ ഇല്ല. ഒരു 20K പ്ലസ് CPM ഹാൻഡിലേക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. രാഷ്ട്രീയ കേരളത്തിന്റെ എല്ലാ വാതിലുകളും ഇങ്ങനെ നിലമ്പൂരിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. ദിവസങ്ങൾ വെറും പകലുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ചായയുടെ സമയത്ത് നമ്മളിങ്ങനെ നിലമ്പൂരിൻ്റെ ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് നിലമ്പൂരിൻ്റെ ഒരു പൾസ് എന്നുള്ളത്. ചായ കുടിച്ചിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നിലമ്പൂർ പോരാട്ടം അങ്ങനെ ശക്തമായോ? നിലമ്പൂര് നല്ല ശക്തമായ പോരാട്ടം, നല്ല മഴയുണ്ട്, നല്ല മഴയും പോരാട്ടം ഒരുപോലെയാണ്. എന്താ ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു മുഖം തെളിഞ്ഞു വരുന്നുണ്ടോ? മുഖം UDF ശക്തമായിട്ട് മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. ബാപ്പുട്ടിയുടെ മുഖം, ബാപ്പുട്ടിന്റെ മുഖം, ആ മുഖം തന്നെയാണോ എല്ലായിടത്തും? തീർച്ചയായിട്ടും ബാപ്പുട്ടി 21,000 വോട്ട് ജയിക്കും. അതാണ് ആ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഭൂരിപക്ഷത്തിലേക്കൊക്കെ എത്തുകയാണ്. 21,000 വോട്ടിന് എന്ന് പറയുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. എന്താണ് നിലമ്പൂരിന്റെ ഒരു? തീർച്ചയായിട്ടും ഷൗക്കത്ത് ജയിക്കും. ഷൗക്കത്ത് ജയിക്കും. ഈ ഷൗക്കത്ത് ജയിക്കാൻ ഈ അൻവറിന്റെ ഫാക്ടർ, സ്വരാജ് എന്ന് പറയുന്ന ഒരു നിലപാടുറച്ച മുഖത്തിന്റെ ഫാക്ടർ, ഇതൊന്നുമില്ല. ഷൗക്കത്ത് കയറിപ്പോരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ പ്രകടനം തന്നെയാണ്. വ്യക്തിയോടുള്ള അടുപ്പം, അയാൾ സഹായം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആദിവാസി പട്ടികജാതി മേഖലയിൽ ഷൗക്കത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. തീർച്ചയായും ഈ സ്വരാജിന്റെ മുഖം ഒരു പരിഭ്രമം ഉണ്ടാക്കിയോ ആദ്യ സമയത്തെങ്കിലും? അയാൾ ഇപ്പോഴും പരിഭ്രമത്തിലാണ്. ആദ്യമല്ല, ഇപ്പോഴും അല്ല, സ്വരാജ് വന്നത് UDF ക്യാമ്പിനൊരു പരിഭ്രാന്തി ഉണ്ടാക്കിയോന്നാണത്? ഒരിക്കലും ഉണ്ടായിട്ടില്ല. സ്വരാജിനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയതാണല്ലോ, ഞങ്ങളെ നേതാക്കളെ വിളിച്ചു വരുത്തിയതാണല്ലോ, ചലഞ്ച് ചെയ്ത് തന്നെ കൊണ്ടതാണ് അല്ലേ? ഓക്കെ. ഈ ആര്യാടൻ ഷൗക്കത്ത് ബാപ്പുട്ടി അതിങ്ങനെ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു വീടാണ്. ഏത് ആളുകൾക്കും സാധാരണക്കാർക്ക് എന്നും ഒരു ശാശ്വത പരിഹാരത്തിൻ്റെ വാതിലാണ് എന്നൊക്കെ പറയുമ്പോഴേ, ഈ സ്വരാജ് വന്നപ്പോൾ സ്വരാജിൻ്റെ വാദവും ഞാനിവിടുത്തെ ഒരു ലോക്കൽ ആളാണ്, ഞാൻ ഈ നാടിൻ്റെ ഒരു പുത്രനാണ്, ഉണ്ണി സഖാവ് എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ സ്വരാജും ഒരു നിലപാടിൻ്റെ ഒരു രാജകുമാരൻ എന്നൊക്കെ രീതിയിൽ CPM ക്യാമ്പയിനൊക്കെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു കട്ട ഫൈറ്റ് തന്നെയല്ലേ? അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം സ്വരാജ് ഇവിടുത്തെ ആളാന്ന് വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ തീരില്ല. ഇവിടെ നിലമ്പൂരിൽ ഒരു പ്രതിസന്ധി വന്ന സമയത്തോ അല്ലെങ്കിൽ നിലമ്പൂരിൽ എന്തൊരു പ്രശ്നം വരുന്ന സമയത്തോ അതേവിടെ ഇല്ല. ഇവിടെ മുഴുവൻ ഈ മണ്ഡലത്തിന് പുറത്തും ഫുൾ സജീവമായി പ്രവർത്തിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ്. സ്വാധീനത്തെ എങ്ങനെ കാണുന്നു? അൻവർ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കും? അൻവർ ഇപ്പോൾ ഈ നമ്മളെ ഓൾറെഡി ഉള്ള ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ മൂപ്പരെ ആദ്യം ഇവിടെ ജയിപ്പിച്ച് വിട്ട നാട്ടുകാരാണ് നിലമ്പൂരുള്ളവർ. ഇപ്പോൾ അയാൾക്ക് ശരിക്കും ഈ നാട്ടുകാർ തന്നെ വിധി ചെയ്തു അയാളെ എതിരിൽ. അതിനകത്ത് ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ അതിനെതിരെ സംസാരിച്ച് രാജിവെച്ച് ഇറങ്ങി വന്ന് പിണറായിക്ക് എഗെയിൻസ്റ്റ് ഒരു സ്റ്റാൻഡ് തന്നെയാണല്ലോ അൻവറും പറയുന്നത്. അങ്ങനൊരു തലത്തിൽ നോക്കുമ്പോൾ അൻവറും ഒരു ചലനത്തിന് സാധ്യതയുണ്ടോ? അൻവർ പിണറായിസത്തിനെതിരെ നിറഞ്ഞുകൊണ്ട് വന്ന ആളാണ്. ഇപ്പോൾ UDFൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ മൂപ്പര് ഒരുപാട് ഉപാധികൾ മുന്നോട്ട് വെച്ചതിനാൽ മൂപ്പരെ കൊണ്ട് അത് ഒന്നും കഴിയില്ല, ഇവിടെ ഒന്നും ഉണ്ടാക്കാനും കഴിയില്ല. മഴ ചായ ജോൺസൺ മാഷ് എന്ന് പറഞ്ഞ പോലെ മഴ ചായ ബാപ്പുട്ടിക്കാണോ? അതെ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇത്രമേൽ വിജയസാധ്യത പറയുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു സെമി ഫൈനലായിട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കാണുന്നത്. കാര്യം കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാർക്ക് കിട്ടേണ്ടതൊക്കെ കുടുംബത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സാധാരണക്കാരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതും അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കും ഈ വോട്ടിൻ്റെ പാറ്റേൺ വരാൻ പോകുന്നത്. സ്വരാജിൻ്റെ വരവ് ഒരു പരിധി വരെ അതിനൊരു നിറം പകിട്ട് കുറച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്? ഒരിക്കലും ഇല്ല. ഒരു എതിരാളിയായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ജനങ്ങൾ കാണുന്നുണ്ടാവോ? കാണുന്നില്ല. ഞങ്ങളിപ്പോൾ വീടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകളുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ, ആളുകളുടെ പൾസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ബാഹ്യശക്തികൾക്കും ഇപ്പം എറണാകുളത്ത് തന്നെയാണ് പറയുന്നത്. പറയാ. കാരണം എറണാകുളത്ത് മത്സരിച്ച സമയത്ത് ഉള്ള ന്യൂസിലൊക്കെ പറഞ്ഞ കട്ടിങ്സ് ഒക്കെ നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാനിവിടെ എറണാകുളത്തുകാരനാണെന്ന് പറഞ്ഞിട്ടുള്ള കട്ടിങ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിലമ്പൂരുകാരനാണെന്ന് പറയുന്നു. അങ്ങനെ ഒരിടത്തും ഒരു സ്ഥിരത ഇല്ലാതെ നിൽക്കുന്ന ആളെ എങ്ങനെയാണ് നിലമ്പൂരുകാരനായിട്ട് അവർ അംഗീകരിക്കുക? അങ്ങനെ തന്നെയാണോ? സ്വരാജിനൊരു കേരളത്തിൽ മുഴുവൻ സ്വീകാര്യനാണെന്ന് പറഞ്ഞ് CPM ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ, സൈബർ ഇടങ്ങൾ ഇങ്ങനെ പരത്തുമ്പോൾ നിലമ്പൂരിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ബാഹ്യശക്തിയായിട്ട് തന്നെയാണോ? കേരളത്തിൽ സ്വീകാര്യൻ ഞങ്ങൾക്കറിയില്ല, പക്ഷെ നിലമ്പൂരിൽ സ്വീകാര്യനല്ല. കേരളത്തിൽ സ്വീകാര്യനാണെന്ന് CPM ഹാൻഡിലുകളാണ് പറയുന്നത്. CPM ഹാൻഡിലുകൾക്ക് എന്ത് വേണമെങ്കിൽ പറയാലോ. നിലമ്പൂരിൽ എന്തായാലും സ്വരാജ് സ്വീകാര്യനല്ല. ഇത് ആര്യാടൻ മുഹമ്മദിൻ്റെ മണ്ണാണ്. ഇത്
ആരുടെ മുഹമ്മദ് വർഷങ്ങളോളം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ഇതമനുസരിച്ച് പ്രവർത്തിച്ചൊരു മണ്ണാണ്. അത് പ്രിയപ്പെട്ട മകനും ഈ നാടിൻ്റെ ഒരു ജനകീയ നേതാവായ പ്രിയപ്പെട്ട ആരുടെ ഷൗക്കത്തുള്ള നേതൃത്വം വലിയ വിജയം UDF നേടും. അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഒരു ഭൂരിപക്ഷമൊക്കെ ഗസ് ചെയ്യാറായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ ഉറപ്പായിട്ടും ആദ്യം തൊട്ടേ പറയുന്നതാണ് 20,000-ന് മുകളിൽ ബാപ്പുട്ടിക്ക വളരെ ഈസി ആയിട്ടൊരു വിൻ ഇവിടെ ഉണ്ടാകും. കാരണം അടിസ്ഥാനപരമായിട്ട് ഇതൊരു UDF മണ്ഡലമാണ്. 2 പ്രാവശ്യം ചില സാങ്കേതിക പ്രശ്നം കൊണ്ട് ഇവിടുത്തെ ഒരു അൻവർ വന്നതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അൻവർ പോലും ഇടതുപക്ഷത്തില്ല. അപ്പോൾ എന്ത് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താലും ഒരു എക്സാമ്പിൾ നിലമ്പൂർ അതായത് മുനിസിപ്പാലിറ്റിക്കകത്ത് പോലും കഴിഞ്ഞ പ്രാവശ്യം അൻവറിനായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ അൻവർ ഇവിടുന്ന് പിടിച്ചു മാറ്റാൻ പോകുന്ന വോട്ട് സ്വാഭാവികമായിട്ടും LDFൻ്റെ വോട്ടായിരിക്കും വരുന്നത്. ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെ ഒരു 5,000 വോട്ടിനെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് സ്വരാജ് പുറകെ പോകും. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ബാക്കി പഞ്ചായത്തുകളും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ UDF കോട്ടകളായ പഞ്ചായത്തുണ്ട്. അവിടത്തേക്ക് ഒരു ടോട്ടൽ വരുമ്പോൾ ഒരു 20K പ്ലസ് ഉറപ്പായിട്ടും ഒരു ലീഡ്, വലിയൊരു മാർജിൻ തന്നെ അല്ലേ? വളരെ സന്തോഷം.